കല്ലാണെന്ന്. നീ തന്നെ പറഞ്ഞു നിന്റെ മനസ്സ് കല്ലാണ്. അതുകൊണ്ട് ഷാനവാസ് എനിക്ക് ഞാൻ സ്റ്റോറി പറഞ്ഞത് എന്റെ ഒരിടത്ത് സ്റ്റോറി പറഞ്ഞത് അനീഷ് എന്നോട് ഷെയർ ചെയ്ത. നീ എന്നൊരു മനുഷ്യനെ ഞാൻ അന്നും ഞാൻ കണ്ടു. നീ എന്ന മനുഷ്യനെ പറയുന്നു എന്റെ മനസ്സ് കല്ലാണ്. അതെ, എന്റെ മനസ്സ് കല്ല് തന്നെയാണ്. കല്ലാണെന്ന് നീ അന്ന് എന്നോട് ഷെയർ ചെയ്തു. അതെ, നന്നായി സ്റ്റോറി പറഞ്ഞു. ഇപ്പോഴും പറയുന്നു എന്റെ മനസ്സ് കല്ലാണ്. ആ മനസ്സ് കല്ലായ അനീഷിന് റീതിങ്കിങ്ങിനും അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ആണ് ഞാൻ വീണ്ടും ഇത് പറഞ്ഞു തരുന്നത്. മനസ്സിലായില്ലേ? ഇത്രയും കടിച്ച പോലും ഞാൻ ലാലേട്ടനുള്ള പരാതിയിൽ ഞാൻ നിനക്കെതിരെ പരാതി പറഞ്ഞിട്ടില്ല. ഇത് ഒരു റിയാലിറ്റി ഷോ അല്ലേ? ജീവിതത്തിൽ നീ നിന്റെ ഒരു മനുഷ്യത്വം നിനക്കുണ്ട്. പക്ഷെ നീ അത് ഇവിടെ കാണിക്കുന്നില്ല. നീ ഇവിടെ കാണിക്കുന്ന ഗെയിമാണ്. ഇവിടെ ജീവിക്കല്ല ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത് നീ നിന്റെ പ്രവർത്തന മേഖലകൾ ഒരുപാട് കാര്യം ഞാൻ പറയും എന്നുള്ള കാര്യം പറയണ്ടേ. നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് കുറച്ച് നാളെ ഇവിടെ ജീവിക്കാനാണ്. നമ്മുടെ എല്ലാ സ്വഭാവവും ഇവിടെ പുറത്തിറക്കി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നടക്കുമ്പോ മുഴുവൻ ഗെയിം 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 എന്നുള്ള ചിന്ത വെച്ച് ഷാനവാസ് നടക്കരുത്. അറിയാതെ അനീഷിന്റെ ഉള്ളിലുള്ള മനുഷ്യത്വം പുറത്തു ചാടുന്നത് ഞാൻ പലപ്പോഴും കണ്ടതാ. മറ്റുള്ളവർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അനീഷ് ഇവിടെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഗെയിം കളിക്കുക. അനീഷിന്റെ ജീവിതത്തിൽ അനീഷ് അങ്ങനല്ല. അനീഷ് ഒളിച്ചു വെച്ച മനുഷ്യത്വം അല്ലെങ്കിൽ ആ ഒരു മറ്റേ ജെന്യൂനായുള്ള ഒരു ജീവിത രീതി, അതിന് പുലർത്തുന്ന സ്നേഹവും ദയയും അനുകമ്പയും ഒക്കെ അനീഷ് അറിയാതെ ഗെയിം മറന്നിട്ട് അനീഷിന്റെ പുറത്തു ചാടുന്നത് ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പൊ അനീഷിന്റെ റിയൽ അനീഷ് അതാണ്. ഇതല്ല ജീവിച്ച് കാണിക്കുന്നത്. അനീഷിന്റെ പ്രവർത്തന മേഖലയിൽ എത്ര സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്? എത്ര നിങ്ങളുടെ ബാങ്ക് മേഖലയിൽ സുഹൃത്തുണ്ടായില്ലേ? നീ വേറെ പ്രവർത്തന മേഖലയിൽ അവിടെ സുഹൃത്തുക്കൾ ഉണ്ടായില്ലേ? ഇത് നിന്റെ ഒരു പ്രവർത്തന മേഖലയാണ്. സുഹൃത്ത് എന്ന് പറയുന്ന ഷാനവാസ് സുഹൃത്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് തന്നെ ഒരുപാട് വ്യത്യസ്ത തലങ്ങളുണ്ട്. സുഹൃത്താവാം, പരിചയക്കാരാവാം, നല്ല സുഹൃത്തുക്കളാവാം, ബെസ്റ്റ് ഫ്രണ്ട്സ് ആവാം, എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കാം, സാഹചര്യത്തിനനുസരിച്ച് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കാം. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ഷാനവാസിനെ ഒരു പരിചയക്കാരൻ എന്ന നിലയിൽ കാണുകയാണെങ്കിൽ ഹായ് ബൈ ബന്ധം. അതിനേക്കാൾ ഉപരി നമ്മൾ നല്ല ഫ്രണ്ട്സ് ആവാം, ബെസ്റ്റ് ഫ്രണ്ട്സ് ആവാം, നമ്മുടെ ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും കൂടെ നിൽക്കുന്ന ആളാവാം. അങ്ങനെ ഞാൻ ഷാനവാസിനെ അല്ല പറയുന്നത്, ഓരോരുത്തരുടെ കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ എനിക്ക് എന്റെ ദുഃഖങ്ങളിലും എന്റെ സന്തോഷങ്ങളിലും താങ്ങായിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഒരു 5-6 പേര്. മനസ്സിലായോ? ഇത് ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ. കാരണം എന്താ വെച്ചാല് അനീഷിന്റെ ദുഃഖങ്ങളിലും മറ്റേ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളും കുശലാന്വേഷണത്തിനും വന്നു കഴിഞ്ഞാൽ അനീഷ് മുഖം തരാറില്ല. അനീഷ് നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളെ സുഹൃത്തുക്കളായിട്ട് പരിഗണിക്കാൻ കൊള്ളില്ല എന്ന് ഞങ്ങളെ അങ്ങോട്ട് വിലയിരുത്തിയിരിക്കുകയാണ്. ഞങ്ങളെ ആ അനീഷിന്റെ മോശം ചിന്താഗതികൾ ഞങ്ങളെ പേരിൽ മുതല് ഓരോ കുറച്ച് സമയം സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ ഞാൻ ഓർമ്മിപ്പിച്ചുതരാം. അതല്ല, ഫസ്റ്റ് ഡേ മുതൽ ഞാനൊരു ബാൻഡും കൊണ്ടാണ് ഇവിടെ വന്നത്. ഷാനവാസ് ആദ്യ ദിവസം